ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അലീന കേണലിൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കെന്തായാലും ഒരു കാര്യം ഉറപ്പായി, കേണലിൻ്റെ ഭാര്യയും വീട്ടുകാരും മക്കളുമായിട്ടൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഒരു വട്ടം പോലും കേണലിൻ്റെ ഭാര്യ ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഈ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് അടുത്തല്ലേ ഇങ്ങോട്ട് വരാൻ, എന്നിട്ട് എന്തേ വരാതിരുന്നതെന്ന്. അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട്, അവൻ്റെ ഭാര്യ ഭയങ്കര ഭക്തിക്കാരിയാണ്, ധ്യാനത്തിനൊക്കെ പോകും, എപ്പോഴും ധ്യാനവും പ്രാർത്ഥനയായിട്ടൊക്കെ നടക്കുകയാണെന്നും. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആരാ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്നും. അത് നമ്മുടെ റീത്താമ്മ. അപ്പോൾ റീത്താമ്മയ്ക്ക് ജോലിയൊന്നുമില്ലേ, അവർക്ക് വേറെ ആരും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അലീന. അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട്, എൽസമ്മയുടെ തൊട്ടടുത്ത് റീത്താമ്മ താമസിക്കുന്നത്. പിന്നെ എൽസമ്മയുടെ ബന്ധുക്കളൊക്കെ അഞ്ചലിലാണല്ലോ, അപ്പോൾ അവിടെ തന്നെ താമസിച്ചോട്ടെ എന്ന് സ്റ്റാൻലിയും വിചാരിച്ചു. പിന്നെ അവൻ മക്കളോടൊപ്പം ഉണ്ടായിരുന്നില്ലല്ലോ, അവൻ മിലിറ്ററിയിലായിരുന്നില്ലേ, അപ്പോൾ അവളുടെ ബന്ധുക്കളൊക്കെ എന്തെങ്കിലും സഹായത്തിന് അടുത്തുണ്ടാവും എന്ന് കരുതിയിട്ട് അവരുടെ ഒരു വീട് വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, കേണൽ മിലിറ്ററിയിൽ നിന്ന് പിരിഞ്ഞ് പോന്നപ്പോൾ എൻ്റെ അഞ്ചലിൽ പോയിട്ട് ഭാര്യയുടെയും മക്കളുടെയും കൂടെ താമസിക്കാണ്ടിരുന്നത്. അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട്, അവന് ഇവിടെ ഒരു എസ്റ്റേറ്റ് വാങ്ങിച്ചത് ആ സമയത്താണ്, പിന്നെ അവന് ഇവിടെ താമസിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, കേണലിൻ്റെ മക്കളെയും ഭാര്യയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാമായിരുന്നില്ലേന്ന്. അപ്പോൾ അപ്പച്ചൻ പറയാണ്, അവരവിടെയല്ലേ പഠിച്ചിരുന്നത്, പിന്നെ അവളുടെ വീട്ടുകാരൊക്കെ അടുത്തുണ്ടല്ലോ, അവരുടെ ഒരു സഹായമൊക്കെ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും അവൻ അവിടെ നിർത്തിയത്. അതുമാത്രമല്ല, എൽസമ്മ റീത്താമ്മ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ എന്ന്. പിന്നെ ആദ്യം മുതൽക്ക് സ്റ്റാൻലി ആയിട്ട് അവൾക്കൊരു സ്വരച്ചേർച്ചയില്ലയെന്ന്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, കേണലായിട്ട് എൽസമ്മ ഇപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ടോന്ന്. അപ്പച്ചൻ പറയുന്നുണ്ട്, അങ്ങനെ വഴക്കമൊന്നുമില്ല, പക്ഷെ അവൾക്ക് അവളുടെ വീട്ടുകാർ പറയുന്നതാണ് വേദവാക്യം. ഭാര്യ വീട്ടുകാരുമായിട്ട് കൂട്ടിച്ചേർന്നാൽ പിന്നെ അടർത്തിക്കൊണ്ട് പോരാൻ ഭയങ്കര പാടാണ്. ലാലിച്ച മിലിറ്ററിയിലായതുകൊണ്ട് പിള്ളേരൊക്കെ അവരുടെ കൂടെയല്ലേ വളർന്നത്, അപ്പോൾ അവർ പറയുന്നത് മാത്രമേ പിള്ളേർ കേൾക്കൂ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, പപ്പ എന്താ അങ്ങോട്ട് പോകാത്തതെന്ന്. പാപ്പച്ചൻ പറയുന്നുണ്ട്, അവർക്ക് ലാലിച്ചനെയും കണ്ടുകൂടാ, ലാലിച്ചൻ അവരെയും കണ്ടുകൂടാ, എൽസമ്മയുടെ വീട്ടുകാരെയും കണ്ടുകൂടാ, അതുകൊണ്ടാണ്. പിന്നെ മക്കൾക്ക് അമ്മ വീട്ടുകാർ മതിയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ലാലിച്ചനും വിചാരിച്ചു. പിന്നെ തല്ലും വഴക്കും കൂടണ്ടല്ലോ. പിന്നെ അവൻ ആരെയും ഒന്നിനും നിർബന്ധിക്കാറില്ല, അവനെയും ആരും നിർബന്ധിക്കാൻ പാടില്ല. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അപ്പോൾ അപ്പയ്ക്ക് ആ മക്കളോട് സ്നേഹമില്ലേ വല്യപ്പച്ചാന്ന്. ആ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ഉണ്ടോയെന്ന് ആർക്കറിയാം, ആ ബന്ധമൊക്കെ അങ്ങനെ മരവിച്ച് പോയി മോളെ, പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങോട്ടുണ്ടെങ്കിലല്ലേ അങ്ങോട്ടുണ്ടാവുള്ളൂ. അവൻ മാസം ചിലവിന് കാശ് അയച്ചു കൊടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, അതെന്ത് ചെയ്യുന്നു എങ്ങനെ ചിലവാക്കുന്നതെന്നും അവൻ അന്വേഷിക്കാറില്ല. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, ആ മക്കൾക്ക് പപ്പയോട് സ്നേഹമില്ലേ വല്യപ്പച്ചാന്ന്. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അതൊക്കെ അവളുടെ വീട്ടുകാർ പറഞ്ഞ് ഇവനെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, ഇവൻ ദുഷ്ടനാണ്, കുടിയനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കാരണം അവർക്കും ഇവനോട് വെറുപ്പാണ്. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, അതൊക്കെ കൈവിട്ട് പോയി. കുടുംബം വേണോ അതോ സമാധാനം വേണോ എന്നൊരു തിരഞ്ഞെടുക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അവൻ രണ്ടാമത്തെ തിരഞ്ഞെടുത്തു. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്നാലും സ്വന്തം മക്കളല്ലേ വല്യപ്പച്ചാന്ന്. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ഒരു വശത്തേക്ക് വല്ലാണ്ട് ചാഞ്ഞ് ചെരിഞ്ഞ് പോയാൽ പിടിച്ച് നേരെയാക്കാൻ പറ്റത്തില്ല മോളെ, അതാണ് അതിൻ്റെ സത്യം എന്ന്. ഇത് കേട്ടിട്ട് അലീന ഭയങ്കര വിഷമത്തോടെ നിന്ന് ആലോചിക്കുന്നുണ്ട് പപ്പയുടെ കാര്യം. കാണിക്കുന്നത് റോബിയും ആൽബിയും കൂടി ലാലിച്ചനെ വിളിക്കുന്നുണ്ട്. അപ്പച്ചൻ അവിടെ എത്തിയെന്ന് ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, അപ്പച്ചൻ ഇങ്ങോട്ട് പോന്നപ്പോൾ ഒന്നും ആരും അവിടെ നിന്ന് വിളിച്ച് അന്വേഷിച്ചില്ലല്ലോ എന്നും. അപ്പോൾ അപ്പച്ചൻ ആഫ്രിക്കയിലേക്ക് നല്ലല്ലോ പോകുന്നത്, കൂടി പോകുന്ന 1 മണിക്കൂറല്ലേ ഉള്ളൂ, പത്തനാപുരത്തേക്കല്ലേ വന്നത്, അത് വിളിച്ചന്വേഷിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലയെന്നും. അപ്പോൾ ആൽബി പറയുന്നുണ്ട്, അപ്പച്ചൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞേ, അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അവിടെ ഒരു പെങ്കൊച്ച് വന്ന് താമസിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ലാലിച്ചൻ പറയുന്നുണ്ട്, അതൊക്കെ നീ അപ്പച്ചൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്, അതിന് മുന്നേ ഒന്നും അറിഞ്ഞില്ലേന്ന്. അപ്പോൾ ആൽബി പറയുന്നുണ്ട്, അറിഞ്ഞു, പക്ഷേ അപ്പച്ചൻ പറഞ്ഞപ്പോഴാണ് വിശദമായ കാര്യങ്ങളൊക്കെ അറിഞ്ഞതെന്ന്. അപ്പോൾ ലാലിച്ചൻ പറയുന്നുണ്ട്, ഇനി എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാം ബാക്കിയുള്ള കാര്യങ്ങൾ. ആ പെങ്കൊച്ചിനെ വിളിച്ചു കൊണ്ടിരുന്നതിന് മുന്നേ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ ലാലിച്ചെന്ന് ചോദിക്കുന്നുണ്ട് റോബി. അപ്പോൾ ലാലിച്ചൻ പറയുന്നുണ്ട്, ഇവിടെ അതിന് കല്യാണം നല്ലല്ലോ നടക്കണത്, നിങ്ങളോടൊക്കെ പറഞ്ഞ അനുവാദം വാങ്ങിക്കാൻ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് അങ്ങനെ ഒരു മോളുണ്ടെന്ന് വിശ്വസിക്കാനും അംഗീകരിക്കാനും എനിക്ക് തന്നെ ഒരുപാട് സമയമെടുത്തു. അപ്പോൾ പിന്നെ നിങ്ങളോടൊക്കെ പറഞ്ഞാൽ നിങ്ങളത് ഇടങ്കോലിടും. അത് മാത്രമല്ല, കഴിയാവുന്നതും എല്ലാവരും തടയാൻ നോക്കും, അതുകൊണ്ട് തന്നെ നിങ്ങളോട് ആരോടും പറയാണ്ടിരുന്നത്. അപ്പോൾ റോബി പറയുന്നുണ്ട്, അപ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ ഇങ്ങനെ ഒരു ചതി ചെയ്തത് ഞങ്ങളോടെന്ന്. അപ്പോൾ ലാലിച്ചൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചതി ചെയ്തു എന്ന്.
എനിക്ക് പണ്ടത്തെ ബന്ധത്തിൽ ഒരു മകളുണ്ടായിരുന്നു. അവൾ അത്രയും നാൾ അനാഥയായിട്ട് ജീവിച്ചു. ഞാനതറിഞ്ഞപ്പോൾ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. അതിലിപ്പോൾ നിങ്ങളോട് ആലോചിക്കാനും ചിന്തിക്കാനും എന്തായിരിക്കുന്നത്? അപ്പോൾ റോബിച്ചായൻ പറയുന്നുണ്ട്, അപ്പം ലാലിച്ചൻ്റെ കാര്യം മാത്രം നോക്കിയുള്ളൂ അല്ലേ, ഞങ്ങളുടെ കാര്യമൊന്നും ആലോചിച്ചില്ല അല്ലേ? അപ്പോൾ ലാലിച്ചൻ പറയുന്നുണ്ട്, എന്താ ഇപ്പം നിങ്ങളുടെ കാര്യം ആലോചിക്കേണ്ട ആവശ്യം? നിങ്ങളെ ആലോചിച്ചിട്ട് എനിക്ക് എന്താ വല്ല പുണ്യം കിട്ടാനുണ്ടോയെന്ന്. എന്നിട്ട് റോബി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ, ഈ മാനക്കേട് ഞങ്ങളങ്ങനെ സഹിക്കും. ലാലിച്ചന് നല്ല തൊലിക്കട്ടിയായിരിക്കും, ഞങ്ങൾക്ക് അങ്ങനെയല്ലാന്ന്. അപ്പോൾ ലാലിച്ചൻ ചോദിക്കുന്നുണ്ട്, അതെന്താ നിങ്ങൾക്ക് മാത്രം തൊലിക്കട്ടിയില്ലാതെ? നിങ്ങളും മോദക്കുട്ടിയുടെ മോൻ തന്നെയല്ലേ, അതോ മെയ്ഡ് ഇൻ ചൈനയാണോ? അതുമാത്രമല്ല, എനിക്കിപ്പോൾ 23 വർഷം പിന്നിലോട്ട് പോയി ഞാൻ ചെയ്ത തെറ്റുകൾ തിരുത്താനൊന്നും പറ്റില്ലെന്ന്. അപ്പോൾ റോബിച്ചൻ പറയുന്നുണ്ട്, ലാലിച്ചന് ഇപ്പം അത് അംഗീകരിക്കേണ്ട ആവശ്യം എന്താ? മകളാന്ന് അംഗീകരിക്കേണ്ട ആവശ്യമുണ്ടോ? അവളെ വിളിച്ച് വീട്ടിൽ കയറ്റേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് കേട്ടോ, എടാ 23 വർഷം അനാഥയായിട്ട് ജീവിച്ചവളെ എൻ്റെ മോള്, അതെൻ്റെ മകളാന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എങ്ങനെ അവളെ ഉപേക്ഷിക്കുക? എൻ്റെ മറ്റു മക്കളെ പോലെ തന്നെയല്ലേ അവളും എനിക്ക്. പിന്നെ നീയൊരപ്പനല്ലേ, എങ്ങനെയാടാ ഞാൻ അവളെ ഉപേക്ഷിക്കാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റോബിൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, ലാലിച്ചൻ്റെ മറ്റു 3 മക്കളെ പോലെയാണോ ഈ കൊച്ചി? മറ്റേത് നാടറിയെ കല്യാണം കഴിച്ചൊരു സ്ത്രീയിലുണ്ടായതാണ്, ഇതങ്ങനെയാണോ? ഇത് അവീത സന്തതിയല്ലേ, ഇത് നാട്ടുകാരുടെ മുന്നിൽ നാണക്കേടല്ലേ? അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, എൻ്റെ മറ്റു മക്കളെ പോലെ തന്നെ അവൾക്ക് 2 കൈയും 2 കണ്ണും 1 മൂക്കും 2 കാലും തന്നെയാണ് ഉള്ളത്, അല്ലാണ്ട് അവൾക്ക് വേറെ വ്യത്യാസമൊന്നുമില്ലെന്ന്. എന്നിട്ട് ലാലിച്ചൻ പറയുന്നുണ്ട്, നിങ്ങൾക്കുണ്ടായ മാനക്കേടിന് ഞാൻ നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരണോ? എന്നാൽ അതും തരാം. പിന്നെ നാട്ടുകാരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, അനാഥാലയത്തിൽ ആരുമില്ലാത്തവരെ പോലെ കഴിയുന്നതിനേക്കാളും നല്ലത് അവീത സന്തതിയായിട്ട് എൻ്റെ കൂടെ കഴിയുന്നത് തന്നെയാണ്. അപ്പോൾ ആൾ ഫോൺ വയ്ക്കുന്നുണ്ട് ദേഷ്യം വന്നിട്ട്. സ്റ്റാൻലി എങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പം നമ്മുടെ ആൻ്റപ്പൻ വരുന്നുണ്ട്, പിന്നാലെ തന്നെ നമ്മുടെ ഔതക്കുട്ടിച്ചായനും വരുന്നുണ്ട്. എന്നിട്ട് സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാണ് പോകുന്നത്? ഒന്ന് പറഞ്ഞിട്ട് പോടാ. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി പോവാണ്. അപ്പോൾ അലീന വരുന്നുണ്ട്, എന്താ കുട്ടിച്ചായൻ പുറത്ത് നിൽക്കണമെന്ന് ചോദിച്ചിട്ടാണ് വരണേ. അപ്പോൾ കുട്ടിച്ചായൻ പറയുന്നുണ്ട്, സ്റ്റാൻലി എങ്ങോട്ടോ പോയി, അവ എങ്ങോട്ടാണെന്നും പറഞ്ഞില്ലേ, ഭയങ്കര ദേഷ്യത്തിലാണ് പോയത്, നിനക്കറിയോടാ എങ്ങോട്ടാണ് പോയി എന്ന് ആൻ്റപ്പനോട് ചോദിക്കുന്നുണ്ട്. ഏയ് ഞാനൊന്നും ചോദിച്ചില്ല എന്ന് പറയുന്നുണ്ട്. നിനക്കൊക്കെ ശമ്പളം തരുന്നവനെ പിടിച്ചടിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അപ്പ പറയുന്നുണ്ട്, അത് സ്റ്റാൻലിനെ അല്ലടി മോളെ, ഇവൻ്റെയൊക്കെ മാനേജറില്ലേ, അവൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് അലീന. അവൻ ഭയങ്കര ദേഷ്യത്തിലാണ് പോയത്, നീ ശ്രദ്ധിച്ചോടാ ആൻ്റപ്പ ചോദിക്കുന്നുണ്ട്. എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല എന്ന് പറയുന്നുണ്ട് ആൻ്റപ്പൻ. എന്താ കാര്യം അലീന ചോദിക്കുന്നുണ്ട്. ഇനി എൻ്റെ കാര്യം പറഞ്ഞ അപ്പച്ചൻ പാപ്പയോട് തല്ലുകൂടിയോ? അതൊന്നും അല്ലടി മോളെ, വേറെ എന്തോ കാര്യമാണെന്ന് പറയുന്നുണ്ട് വലിയപ്പച്ചൻ. എന്നിട്ട് അലീനയുടെ കൈയും പിടിച്ച് അകത്തേക്ക് കയറി പോവാണ്. അലീന വല്യപ്പച്ചനോട് ചോദിക്കുന്നുണ്ട്, പപ്പ എങ്ങോട്ടാണ് പോയെന്ന്. വല്യപ്പച്ചൻ പറയുന്നുണ്ട്, എനിക്കറിയില്ല, ഇനിയിപ്പോൾ അഞ്ചലിലേക്കാണോ ഒന്നും അവൻ പറഞ്ഞിട്ടില്ല, പക്ഷെ അവൻ ദേഷ്യത്തിലാണ് പോയതെന്ന്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, പപ്പ എന്താ വല്യപ്പച്ച ഇങ്ങനെ ആരോടും ഒന്നും പറയാണ്ട് ഒരു വഴിക്ക് പോണത്? പപ്പയ്ക്ക് ആരോടും ഒരു ഉത്തരവാദിത്തമില്ല, നമ്മളൊക്കെ പിന്നെ ആരാ, നമ്മളോടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ പോകുമ്പോൾ? ഇതൊരു കുത്തഴിഞ്ഞ ജീവിതമാണ്. ഇങ്ങനെയാണോ വലിയപ്പച്ച ഒരാൾ ജീവിക്കേണ്ടത്? കാലത്ത് എണീക്കുക, കള്ള് കുടിക്കുക, ചുരുട്ട് വലിക്കുക. പപ്പയ്ക്ക് ആരോടും ഒരു ആത്മാർത്ഥതയില്ല, സ്വന്തം മക്കളോട് പോലും ഇല്ല. വലിയപ്പച്ചൻ പറയുന്നുണ്ട്, അവൻ ദേഷ്യത്തിലാണ് പോയത്, അതെനിക്കറിയാം. പിന്നെ അവൻ്റെ ഭാര്യ വീട്ടുകാരെയും ഒന്നും അവനിഷ്ടമല്ല. അവനെ ഉപദേശിക്കണതും ശാസിക്കണതൊന്നും അവനിഷ്ടമല്ല. പിന്നെ പല്ലിന പറയുന്നുണ്ട്, പപ്പയ്ക്ക് കുറേ നായ്ക്കളെ സ്നേഹിച്ച് അതുമാത്രം മതിയെന്ന്. വലിയപ്പച്ചൻ പറയുന്നുണ്ട്, അവറ്റങ്ങളെ തിരിഞ്ഞു നിന്ന് കുരയ്ക്കില്ല എന്നാണ് അവൻ പറയണത്, നന്ദിയുള്ളവറ്റെന്നാണ് പറയുന്നത്. അലീന പറയുന്നുണ്ട്, ഈ റീത്താമ്മ എന്തിനാണ് പപ്പയുടെ ജീവിതത്തിൽ വന്ന് കയറിയത്? ഈ പപ്പയുടെ ഭാര്യയും മക്കളും അല്ലേ അവിടെ ഉള്ളത്, അവർക്കിടയിൽ ഈ റീത്താമ്മ എന്തിനാണ് കയറി നിൽക്കുന്നത്? വല്യപ്പച്ചന് റീത്താമ്മോടൊന്ന് സംസാരിച്ചൂടെ എന്നൊക്കെ. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ഞാൻ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല, അവനാണെങ്കിൽ ആ റീത്താമ്മേനെയോ ഒന്നും കണ്ണെടുത്താൽ കണ്ടുകൂടാ, അവൾക്കും അങ്ങനെ തന്നെയാണ്. അവൻ്റെ മക്കളുടെ അടുത്ത് പോലും ഇവനെക്കുറിച്ച് നല്ലതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, അതാണ് ആ മക്കൾക്കും ഇവനെ ഇഷ്ടപ്പെടാത്തതെന്ന് പറയുന്നുണ്ട് വല്യപ്പച്ചൻ. അപ്പോൾ അലീന പറയുന്നുണ്ട്, പപ്പയ്ക്ക് നല്ല മനസ്സായതുകൊണ്ടല്ലേ പപ്പ എന്നെ ഏറ്റെടുത്തത്, ഇല്ലെങ്കിൽ പപ്പ എന്നെ ഏറ്റെടുക്കുമോ?
എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഇവിടെ ആർക്കും ബന്ധങ്ങളുടെ വില അറിയില്ല. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ വില അറിയില്ല, ഭർത്താവിന് ഭാര്യയുടെ വില അറിയില്ല. മക്കൾക്ക് അപ്പൻ്റെ വില അറിയില്ല, അപ്പന് മക്കളുടെ വില അറിയില്ല. പക്ഷെ ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാനിതൊന്നും ഈ ബന്ധങ്ങൾക്കായിട്ട് കൊതിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാത്തതിൻ്റെ വേദന എനിക്കറിയാം. ഞാൻ ഓർഫണേജത്തെ കാര്യമൊക്കെ പിന്നെ അലീന പറയുന്നുണ്ട് കേട്ടോ. ഓർഫണേജിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ ഒറ്റയ്ക്കാണ് പോവുക. കുറച്ച് ഓർഫൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് മറ്റു കുട്ടികളുടെ അച്ഛനമ്മമാർ അവരെ കൊഞ്ചിക്കും താലോലിക്കുകയൊക്കെ ചെയ്ത് സ്കൂളിൽ കൊണ്ടുവന്നാക്കും. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ണെടുക്കാണ്ട് നോക്കി നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബന്ധങ്ങളുടെ വിലയൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അലീന ഭയങ്കര ഇമോഷണലാവുന്നുണ്ട്. എന്നിട്ട് അലീന ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഉപവാസം സമരമൊന്നും ഇപ്പം അടുത്തായിട്ടൊന്നും അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നോക്കട്ടെ ഞാൻ പപ്പയെ നേരാക്കി എടുക്കാൻ പറ്റുമെന്ന്. മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു വാതിൽ തുറന്നു കിട്ടിയാൽ മതി, ഞാനത് കൂടെ കയറിക്കോളാം എന്ന് പറയുന്നുണ്ട്. വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ഇതൊക്കെ നടക്കുമോ മോളെ, അവൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയമാണെന്ന്. അപ്പോൾ അലീന പറയും, നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം വല്യപ്പച്ച.